തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ സഭയും അതിൻ്റെ വാരാചരണവും ധാരാളം പ്രോഗ്രാമുകളും ഒക്കെ നടത്തി വരികയാണല്ലോ. നമ്മുടെ ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവിരുതാണ്. ഈ ഭൂമിയിലെ ഓരോ ജീവജാലവും സസ്യങ്ങളും നദികളും മലകളും എല്ലാം ആ മഹാശക്തിയുടെ സൃഷ്ടിയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രകൃതിയുടെ അധിപൻ എന്ന നിലയിൽ നിന്ന് മാറി പ്രകൃതിയുടെ നാശകൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വേദദർശന പ്രകാരം പ്രകൃതി സംരക്ഷണം എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്വം മാത്രമല്ല, മറിച്ചൊരു ദൈവീക കടമയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ നിയോഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാത്തുകൊള്ളുവാനും അവിടെ ആക്കി. ഈ വചനം വളരെ അർത്ഥവത്താണ്. ഇവിടെ മനുഷ്യനെ സൃഷ്ടിയുടെ ഉടമയായോ ഉപഭോക്താവായോ അല്ല, മറിച്ച് ഏദൻ തോട്ടത്തിന്റെ കാവൽക്കാരനെ അഥവാ സ്റ്റുവേർഡ് ആയിട്ടാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ത്രികോണ ബന്ധത്തിന്റെ പവിത്രതയാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ വചനത്തിന്റെ ആഴത്തിൽ നാം പരിശോധിക്കുമ്പോൾ 3 പ്രധാന ചിന്തകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് കാവൽക്കാരൻ എന്ന ഒരു പദവി ദൈവം നൽകിയിട്ടുണ്ട്. പ്രകൃതിയും അസ്തിത്വവും കാത്തുകൊള്ളുക അല്ലെങ്കിൽ കീപ് ആൻഡ് ഗാർഡ് എന്ന പദം ഇവിടെ വെറും ഒരു സംരക്ഷണം മാത്രമല്ല, അതൊരു വിശുദ്ധ സൂക്ഷിപ്പാണ്. ക്രൈസ്തവ ദർശനത്തിൽ മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് ദൈവത്തിന് മുൻപിൽ പ്രകൃതിയുടെ അക്കൗണ്ടബിൾ ആയ ഒരു നടത്തിപ്പുകാരനാണ്. കാവൽക്കാരൻ എന്നാൽ തനിക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വസ്തുവിനെ കേടുകൂടാതെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ്. പ്രകൃതിയെ നശിപ്പിക്കുക എന്നത് ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. ഓർക്കുക, നമ്മൾ മണ്ണിൽ നിന്നുണ്ടായവരാണ്. മണ്ണ് നശിക്കുമ്പോൾ നമ്മുടെ തന്നെ അസ്തിത്വത്തിന്റെ അടിത്തറയാണ് ഇളകുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്നത് അതുകൊണ്ട് തന്നെ ഒരു ആത്മരക്ഷാമാർഗം കൂടിയാണ്. രണ്ടാമത് ഇവിടെ കാണുന്നു, വേല ചെയ്യുക. വേല ചെയ്യാനാണല്ലോ ഏദൻ തോട്ടത്തിൽ ഏൽപ്പിച്ചിരുന്നത്. തൊഴിലാളിയും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ഐക്യമാണത്. വേല ചെയ്യുക അഥവാ കൾട്ടിവേറ്റ് എന്ന പദം സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ കേവലം നമ്മുടെ ആവശ്യങ്ങൾക്കായി മാത്രമായി ഉപയോഗിക്കാനല്ല, മറിച്ച് അതിനെ പരിപോഷിപ്പിക്കാനാണ്. ഇന്ന് നാം പ്രകൃതിയെ ഒരു ഉപഭോഗ വസ്തു, ഒരു കമ്മോഡിറ്റി ആയി കാണുമ്പോൾ വേദപുസ്തകം അതിനെ ഒരു സഹജീവി അല്ലെങ്കിൽ ഒരു ലിവിങ് കമ്പാനിയൻ ആയി കാണുന്നു. ദൈവത്തിന്റെ സൃഷ്ടി പ്രക്രിയയിൽ മനുഷ്യൻ പങ്കാളിയാണ്. ഒരു ചെടി നടുന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അധ്വാനം എന്നതിനെ പ്രകൃതിയുമായുള്ള ആത്മീയ സഖ്യമായി മാറ്റിയാൽ ഭൂമിയിൽ നാമൊക്കെ നടത്തുന്ന വികസനം ഒരിക്കലും പരിസ്ഥിതിയുടെ ശത്രുവാകില്ല. മൂന്നാമത്, മരുഭൂമിയിലെ ഒരു ഏദൻ തോട്ടം എന്ന ഒരു ചിന്തയുണ്ട്. ഏദൻ തോട്ടം എന്നത് കേവലം ഒരു സ്ഥലമല്ല, അത് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ്. നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കുക എന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ഇടയിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മരത്തിലായിരുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം തകർന്നപ്പോൾ അത് പരിഹരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് മരത്തെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം എന്നത് കുരിശിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ്. നശിച്ചതിനെ വീണ്ടെടുക്കുക, മുറിപ്പെട്ടതിനെ സുഖപ്പെടുത്തുക എന്നതാണ് ക്രിസ്തീയമായ ക്രിയേഷൻ കെയർ അഥവാ സൃഷ്ടിയുടെ സംരക്ഷണം. ഏദൻ തോട്ടത്തിൽ നമ്മെ ഏൽപ്പിച്ച ആ ജോലി ഇന്നും അവസാനിച്ചിട്ടില്ല. നാം നഗരങ്ങളിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഏദൻ തോട്ടത്തിലെ ആ കാവൽക്കാരൻ്റെതായിരിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. ഓരോ മരവും ഓരോ പുഴയും ഓരോ ജീവിയും ദൈവത്തിന്റെ വാക്കുകളാണ്. ആ വാക്കുകളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ ഭൂമിയെ ഏദൻ തോട്ടമായി വീണ്ടെടുക്കാനുള്ള ഈ യാത്രയിൽ ദൈവത്തിന്റെ കാവൽക്കാരായി നമുക്ക് ഐക്യപ്പെടാം. എല്ലാവർക്കും നന്മയുണ്ടാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു നല്ല പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.